പുറത്തു വരുന്നത്. ആ ചെറിയ കേൾക്കാത്ത പൊട്ടമാർമ്മ ഇടയ്ക്കിടയ്ക്ക് വെടിപ്പറയിലോട്ട് കയറി ചെല്ലുന്നു. എന്തെങ്കിലും ചെയ്യും. പൊട്ടന്മാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ശക്തി കൂടിയ കഠിനയാണ് പൊട്ടിക്കുന്നത്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ആൾക്കാർ വന്നല്ലോ. ഞാൻ വിളിക്കാനിരിക്കുകയായിരുന്നു. അല്ല കാക്കിയെന്നവിടെ എവിടെയോ കണ്ടു. നല്ല പരിചയമുണ്ടല്ലോ. വട്ടിപ്പലിശയുടെ ഏർപ്പാടോ? ഇല്ല. സുന്ദരിമാരായ പെണ്ണുമാരുണ്ടോ? ബിവറേജിൽ വന്ന ഷെയറിട്ട് അടിക്കാറുണ്ടോ? അപ്പൊ നമ്മൾ തമ്മിൽ കാണാൻ യാതൊരുവിധ ചാൻസും ഇല്ല. അതെ, നിങ്ങൾക്ക് കുടിക്കാനെന്താ വേണ്ടത്? ഇവരെന്താ ഒന്നും ഉണ്ടാക്കുന്നത്? ബംഗാളികളാണ്. കേരളത്തിൽ ഇപ്പൊ ഊതാനും കൊട്ടാനൊന്നും ആളില്ല. പിന്നെ എന്റെ കഥാപുസ്തകം ആരംഭിച്ചു കഴിഞ്ഞാൽ ആരും സ്റ്റേജിലേക്ക് വരരുത്. അതെന്താ? 3 കൂടെ 8 പ്ലേറ്റ് ഉരുളക്കിഴങ്ങ് അടിച്ച് കയറ്റിയിരിക്കുന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഞാൻ ശ്രദ്ധിക്കുന്നു, വല്ലാത്തൊരു സ്മെല്ല്. കഥ തുടങ്ങാം. ഏതാ കഥ? രാമായണത്തിൽ നിന്നും ചിന്തിയ ഒരേട്. പറഞ്ഞാൽ മതി. 2 അക്ഷരത്ത് കഴിഞ്ഞാ കടവൽക്കഥൻ. അതെ, ഇവിടുത്തെ പയ്യന്മാരൊക്കെ പെശക. അത് ശരി. അപ്പൊ അങ്ങനെയുള്ള പയ്യന്മാരൊക്കെ ഇവിടെ ഉണ്ടല്ലേ? ഇതിരിക്കട്ടെ. എന്താ? ക്ഷയരോഗ ആശുപത്രിയിലെ സർട്ടിഫിക്കറ്റ്. വെറുതെ സാഹസം കാണിക്കരുതെന്ന് ഒന്നരോട് പറഞ്ഞിരിക്കാം. പിന്നെ കഥ തുടങ്ങിക്കഴിഞ്ഞ് ഞാൻ മറ്റൊരാളായി മാറും. അപ്പൊ ഞാൻ കാശാരുടെ കൈ കൊടുക്കും. അതെന്റെ കയ്യിൽ തന്നെ മതി. ഞാൻ ഈ കഥാപാത്രങ്ങളായിട്ട് മാറുമെന്നാ പറഞ്ഞത്. നടന്മാരല്ല അങ്ങോട്ടും, നടിമാരല്ല ഇങ്ങോട്ടും. നീ അങ്ങോട്ട് കൊടുക്കും. മനസ്സിലായില്ലേ? ഞാൻ മാമ്പൂ തിയേറ്റേഴ്സ്. അതെ, ഇന്നിവിടെ കഥാപ്രസംഗം മാത്രമേ ബുക്ക് ചെയ്തിട്ടുള്ളൂ. ഇത് പിടിക്ക്. നാടകം ബുക്ക് ചെയ്ത എഗ്രിമെന്റ്. നാടകം കളിക്കാതെ ഞാൻ ഇവിടെ ചലിക്കില്ല. ശശി, കഥാപ്രസംഗം ബുക്ക് ചെയ്യാൻ പോയാൽ നിങ്ങൾ എവിടെയൊക്കെ കയറി? ഞങ്ങൾ അങ്ങനെയൊന്നും കയറില്ലല്ലോ. പിന്നെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നത് ബാലിക്ക്. എല്ലാ നാടകവും ബുക്ക് ചെയ്തതാണ്. ഇനി എന്താ ചെയ്യാ? ഒരു കാര്യം ചെയ്യും. ഈ വേദി 2ആയിട്ട് പകുത്തെടുക്കുക. ഒരു ഭാഗത്ത് നാടകവും ഒരു ഭാഗത്ത് കഥാപ്രസംഗവും നടക്കട്ടെ. പിന്നെ ഒരു കാര്യം, കറക്റ്റ് 11 മണിക്ക് 2 കൂട്ടർ ഒരുപോലെ തീർത്തിരിക്കണം. 11 മണിക്ക് പള്ളി വേട്ട തുടങ്ങും. യുവന്മാരോടൊക്കെ ഇനിയിപ്പോ ഹിന്ദിയിൽ പറഞ്ഞാലും മനസ്സിലാവും. അരെ ഭായ്, തൂ ഊതുങ്കോ, തൂ കൊട്ടുങ്കോ, അടിക്കോ. ഓക്കെ. എൻസിസി പയ്യന്മാർക്ക് പൊറോട്ട വാങ്ങിച്ചു കൊടുക്കാൻ പോയത് ഏതായാലും നന്നായി. അപ്പൊ തുടങ്ങിയല്ലേ? ഹലോ, പ്രിയ കലാസ്നേഹികളെ, നിങ്ങൾക്ക് ഏവർക്കും ഓച്ചിറ മാമ്പൂ തിയേറ്റേഴ്സിന്റെ അഭിവാദനങ്ങൾ. ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു എറണാകുളം സിറ്റിയിൽ ജനിച്ചു വളർന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥ.
ബോംബെയിലെ ജീവിതമൊക്കെ എങ്ങനെ പോലെ ഈ സഹദേവൻ എന്ന് വിളിച്ചാൽ ബോംബെയിൽ ഞെട്ടിവിളിക്കും. അവിടത്തുകാരനെ സ്നേഹത്തോടെ വിളിക്കുന്നത് എന്താണെന്ന് അറിയാമോ? അറിയില്ലെങ്കിൽ ഈ പാഠശാലയ്ക്ക് പുറത്ത് അപ്രകാരം കൽപ്പിച്ചു. അവിടെ ബോംബെയിൽ നിന്ന് അമ്മാവൻ എന്താണ് കൊണ്ടുവന്നിരിക്കുന്നത്? ഈ മൂലമുള്ള ഗഥ അപ്പൊ എനിക്കോ 3 കുന്തവും അമ്പും വരും. നായാട്ടിന് കാട്ടിലേക്ക് പോകാം. ഒരു സഹദേവ വന്ന കാലം നിൽക്കാതെ നിങ്ങൾ സംസാരിക്കുക. ഞങ്ങൾക്ക് അകത്ത് കുറച്ച് പണിയുണ്ട്. വാരി വരായി. പ്രിയേ, എത്ര നാളായിട്ട് കണ്ടിട്ട് നീ എന്റെ കണ്ണുകളിലേക്ക് നോക്കൂ. നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? ചന്ദ്രയുടെ മുഖത്ത് നോക്കി ഏകലവ്യം ഗർജിച്ചു. ഇവർ അമ്മായികളാണ്. അതൊക്കെ പൊട്ട സമയം എന്തെങ്കിലും പാത്രത്തില് ആൽപ്പായസമാ ചേട്ടൻ മാതൃക്കെ ഞാൻ കോരിത്തരാം. എന്തൊരു നാറ്റം! ഈ കിടക്കുന്ന കുതിരയുടെ ശവത്തിൽ പുഴുക്കളരിക്കുന്നു. ആ പുഴുവിനെ അവർക്ക് തിന്നുന്ന കരുതന്മാർ. എന്നും ദുർഗന്ധം. ഇതൊക്കെയാണ് യുദ്ധക്കളത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ. ചേട്ടാ നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞെ ആണാണോ പെണ്ണാണോ എന്നറിയാൻ ഞാൻ കാക്കാത്തി കൊണ്ട് കൈ നോക്കിച്ചു. അപ്പൊ അവർ പറയുവാ അമ്മായിരിക്കാനെ നിർവാഹമുള്ളൂ. അതിന് വീണ്ടും വീണ്ടും പറഞ്ഞു. ഈ സാരിയിൽ എന്നെ കാണാൻ എങ്ങനെയുണ്ട്? ഒരു മാലാഖയെ പോലെ. വെൽവെറ്റിന്റെതാ. നീ പിടിച്ചു നോക്ക്. അയ്യോ വസ്ത്രാക്ഷിയെ കൊണ്ടുവന്ന് ദുര്യോധനൻ ദുശാസനോട് കൽപ്പിച്ചു. കുറെ നേരമായി രണ്ടും കൂടി വർത്തമാനം തുടങ്ങിയിട്ട്. ഇനി ചായ കുടിച്ചിട്ട് സംസാരിക്കാം. അമ്മാവി വന്നപ്പോഴേ ചോദിക്കണമെന്ന് കരുതിയത്. അമ്മാവി എന്താ ഇങ്ങനെ ക്ഷീണിച്ചു പോകുന്നത്? 101 കൗരവ പടയല്ലേ കയറി ഇറങ്ങിയത്. പിന്നെ എങ്ങനെ അരക്കില്ലെന്ന് നശിക്കാതിരിക്കും? വിഷ്ണുത്തോട് പരാതി പറഞ്ഞു. ഇവരുടെ അമ്മാവന്റെ കുഴപ്പത്. കുറെ നേരമായി ക്ഷമിക്കുന്നു. എന്തു പറയുന്നു? നാളെ തനിക്ക് നിങ്ങൾ എന്തിനാ ഇങ്ങനെ കഥ പറയുന്നത്? അണ്ണാ ഞാൻ ഇടപെടണ. നീ ഇടപെടാൻ വരട്ടെ. പ്രിയരെ, അല്പസമയം ഇടവേള. അല്പസമയം ഇടവേള ആകും. ഖാന പീന കയറിയ കൈ കിട്ടുന്ന വാരി വലിച്ച് കഴിച്ചു. നാടകത്തിലെ പുതിയ ആർട്ടിസ്റ്റ് ആണല്ലേ? എന്താ പേര്? സരിത. എന്റെ പൊന്നുപെങ്ങളെ നമുക്ക് ഒരു പരിചയമില്ല. വിട്ടുകൊടുക്കാം. കേൾക്കുന്ന പോലും ഇപ്പൊ പേടി. വായി നോക്കി നിൽക്കാതെ വാടാ, നാടകം തുടങ്ങാം. അണ്ണാ എനിക്ക് വിശന്ന് വയ്യെന്ന. സഹദേവ, നാടകം കഴിഞ്ഞാൽ നിനക്ക് വയറ് നിറച്ച് ഭക്ഷണം മേടിച്ചു തരാം. നീ നാടകം. പ്രിയരെ, അങ്ങനെ ബോംബെയിൽ നിന്ന് വന്ന മരുമകൻ സഹദേവൻ ബൈക്ക് ആക്സിഡന്റിൽ മരിച്ചു. നാടകം തുടർന്ന് കാണും. സഹദേവ, സഹദേവ, എന്തോ സഹദേവനെ ഇപ്രകാരം ഉച്ചത്തിൽ വിളിച്ചു. അണ്ണാ ആഹാരം തരാം. സഹദേവ, ഇവിടെ നിനക്ക് വേണ്ടി എന്തെല്ലാം ഒരുക്കി വച്ചിരിക്കുന്നെന്ന് നിനക്കറിയോ? ഇത് കണ്ടില്ലേ? കുന്നല്ലരിയുടെ ചോറ്, നെയ്യും പുളിശ്ശേരിയും പാലടയും പപ്പടവും കിച്ചടിയും കുഴച്ചു കുഴച്ചു വായിലേക്ക് വയ്ക്കാൻ, പിന്നെ തേനൂറുന്ന 2 രസകദളി പഴവും. അണ്ണാ എന്തോ അവസാനത്തെ 2 പഴത്തിൽ ഒരു പഴം എനിക്ക് തരാൻ പറയണം. രാത്രിയുടെ നിശബ്ദതയിൽ അയാൾ ചുറ്റും നോക്കി. ഒരു വെള്ള രൂപം മൂടിപ്പുറച്ചു കിടന്നു. അയാൾ അരയിൽ നിന്ന് കത്തിയെടുത്ത് പരിശോധിച്ചു. നല്ല മൂർച്ചയുള്ള കത്തി. ചങ്കിൽ തന്നെ കുത്തണം. അയാൾ മെല്ലെ മെല്ലെ നടന്നു കിടക്കുന്ന ആളുടെ സമീപത്തെത്തി. കയ്യിൽ നിന്ന കഠാര കൊണ്ട് അയാളുടെ ചങ്കിലെ കാലുകുത്തി. ഞങ്ങളെ നാടകം പൊളിക്കുമല്ല, ഞങ്ങളെ ജീവിക്കാൻ സമ്മതിക്കൂലല്ലേ? അല്ല നിങ്ങൾ നിർത്തിയോ? ഞങ്ങൾ നിർത്തി. ഇത് നിങ്ങൾ പറയുന്നു. അതിനൊക്കെ കഥാപാത്രമൊന്നും ഒരു സീനും കൂടിയുണ്ട്. ഇതാണ് ഭീഷ്മരുടെ ശരശയ്യ.
കാശി നെഞ്ചിലോട്ട് വെച്ചു. ഞാൻ റീത്തായിട്ട് സങ്കല്പിച്ചോളാം.